ഡിയർ ഫ്രണ്ട്സ്, ബെസ്റ്റ് പ്ലേസസ് ടു വിസിറ്റ് ഇൻ കുമളി ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു സ്ഥലമാണിത്. പെരിയാർ ഹണി ബീ ഫാം. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് ബാംബു ഗ്രോവിൻ്റെ ടിക്കറ്റ് സെൻറ്ററിൻ്റെ പാർക്കിംഗ് ഏരിയയുടെ തൊട്ടടുത്തുള്ളൊരു കൊച്ചു സ്ഥലമാണിത്. അവിടുത്തെ ആൾ വളരെ നല്ല രീതിയിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അവരുടെ മെയിൻ ഫാം ദൂരെ ആയിരുന്നുണ്ടെങ്കിലും ഡെമോൺസ്ട്രേഷനായിട്ട് കുറച്ച് ഹണി ബീ ബോക്സസ് അവിടെ വെച്ചിരുന്നു. ഒരു ബീ കോളനി എന്ന് പറയുന്നത് ഒരു ഫാമിംഗ് മെത്തേഡാണ്. ഇതിൽ 2 ചേമ്പേഴ്സ് വരും, ബ്രൂട്ട് ചേമ്പർ, ഹണി ചേമ്പർ. ഈ ബ്രൂട്ട് ചേമ്പർ എന്ന് പറയുന്നത് ഒരു ബീ കോളനിയുടെ റീപ്രൊഡക്ഷൻ ഏരിയ. ഹണി ചേമ്പറിലാണ് ഇവർ എക്സസീവ് ആയിട്ട് വരുന്ന നെക്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇത് വൻതേൻ, ഇതാണ് ഒരു ഹണികോം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ ബ്രീഡാണ്. ഇത് എപ്പിസെറാന ഇൻഡിക്ക എന്ന് പറയുന്നത്. ഒരു ബീ കോളനിയിൽ മൊത്തം 3 ടൈപ്പ് ബീസ് കാണും. വർക്കർ ബീ, മെയിൽ ബീ, പിന്നെ ക്വീൻ ബീ. ക്വീൻ ബീ ആണ് ഈ കോളനി ലീഡ് ചെയ്യുന്നത്. ഈ സ്ട്രൈപ്സ് ഇട്ടേക്കുന്നതെല്ലാം വർക്കർ ബീസ് ആണ്. അവര് ഫീമെയിൽസ്, അവരാണ് നമ്മൾ സ്റ്റിങ് ചെയ്യുന്നത്. പിന്നെ ഈ വലുതുണ്ട് ബ്ലാക്ക്, അതാണ് മെയിൽസ്. അവർക്ക് സ്റ്റിങ് ഇല്ല അറ്റാക്ക് ചെയ്യാനായിട്ട്. ആകപ്പാടി വർക്കേഴ്സ് മാത്രമാണ് നമ്മൾ സ്റ്റിങ് ചെയ്യുന്നത്. കുഴപ്പമില്ല, പിടിച്ചോ, ധൈര്യമായിട്ട് പിടിച്ചോ. മെയിൽ ബീസ് വരുമ്പോഴത്തേനും ഒരു 50 to 60 ഡേയ്സ്, ക്യൂൻ ബി 3 to 5 years വരും. 30 to 40 days ആണ് വർക്കർ ബീസ്. അതെ, ക്യൂൻ ബി കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ റോയൽ ജെല്ലി എന്ന് പറഞ്ഞ ഒരു സെറവാണ് കഴിക്കുന്നത്. അത് ന്യൂ ബോൺ ബീയുടെ ബ്രെയിനിലുള്ള സെറവാണ്. അത് ഈ വർക്കർ ബീസ് തന്നെ എക്സ്ട്രാക്ട് ചെയ്ത് ക്യൂൻ ബിക്ക് കൊടുക്കും. അതുകൊണ്ടാണ് ഈ ക്യൂൻ ബിക്ക് ഒരു 3 to 5 years ലൈഫ് സ്പാൻ വരുന്നത്. ബാക്കിയുള്ള ബീസ് എന്ന് പറഞ്ഞാൽ അവര് ഈ നെക്ടർ മാത്രമാണ് കഴിക്കുന്നത്. ക്യൂൻ ബി ഒന്നേ കാണത്തുള്ളൂ. അത് ഈ ബ്രൂട്ട് ചേമ്പറിനകത്ത് അതിനെ കാണാൻ കുറച്ച് പാടാണ്. ഈ വർക്കർ ബീസ് ഒരു 2 kilometer റേഡിയസിൽ ഒരു കളക്ഷന് പോകും. ഒരു പ്രാവശ്യം ഒരു ദിവസം 200 times പോയി വരും 1 million ഹണി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവര് മോർണിംഗ് ഒരു 4 o'clock ആരംഭിച്ച് ഒരു 6 o'clock വരെ ഇവരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വൻതേൻ്റെയും ചെറുതേൻ്റെയും ഹണി കൂംബ് ബോക്സസ് കാണുന്നതിന് പുറമെ മൾട്ടിഫ്ലോറ ഹണി, ഫോറസ്റ്റ് ഹണി, കാശ്മീരി ഹണി തുടങ്ങിയ പലതരം ഹണി ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുകയും ചെയ്തു, കുറച്ച് വാങ്ങിക്കുകയും ചെയ്തു. ആദ്യമായി ഹണി ബീ കോംബ് ഹാൻഡിൽ ചെയ്തതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. ഹണി കോമ്പിൽ നിന്ന് സെൻട്രിഫ്യൂജ് ചെയ്ത് ഹണി എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു വിധവും ഞങ്ങൾ അവിടെ കണ്ടു. കുമളിയിൽ പോകുന്നതിൽ തീർച്ചയായും ഈ സ്ഥലം വിസിറ്റ് ചെയ്യണം. ഈ ഒരു വെഞ്ചർ സപ്പോർട്ട് ചെയ്യുന്നതിന് പുറമെ നല്ല ഹണിയും നമുക്ക് മേടിക്കാൻ പറ്റും. ഈ ഒരു ഫാമിൻ്റെ ഡയറക്ഷൻസും കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് അവൈൽ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇറ്റ്സ് ട്രാവൽ ആൻഡ് ക്ലിക്ക് വിത്ത് ജോജി.